ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഭഗവത്ഗീത ഏത് ഗ്രന്ഥം അധ്യയനം ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഗ്രന്ഥത്തിന്റെ താത്പര്യം, ആരാണ് ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ്, അതിന്റെ സന്ദർഭം ഇത്യാദി കാര്യങ്ങളൊക്കെ ധ്യാനശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നു. നാം അധ്യയനം ചെയ്യാൻ പോകുന്ന ഭഗവത്ഗീത എന്താണ്? ആ ഭഗവത്ഗീത ആരാണത് രചിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നു. മാത്രമല്ല ധ്യാനശ്ലോകം എന്നാണ് പറയുന്നത്. എന്താണ് ധ്യാനം അല്ലെങ്കിൽ ധ്യാനശ്ലോകം? നമ്മുടെ ഭാരതത്തിൽ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഈയൊരു സംസ്കാരം ഉണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല. ഭാരതത്തിൽ ഏത് കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ധ്യാനാവസ്ഥിത മനസ്സിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏത് കർമ്മം. അതുകൊണ്ട് ഭാരതത്തില് ഋഷിമാര്, പൂർവികന്മാരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാര് ഏത് കർമ്മത്തിന് മുൻപായിട്ട് നമുക്കൊരു ധ്യാന ശ്ലോകം അല്ലെങ്കിൽ ഒരു മന്ത്രം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് എങ്ങനെയായിരിക്കണം? എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലയത്ത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതാ രാവിലെ എഴുന്നേറ്റ് എന്റെ കരത്തിലാണ് സരസ്വതിയും ഗോവിന്ദനും ലക്ഷ്മിയും ഇരിക്കുന്നത്. ഈ കരങ്ങളെ ഞാൻ വേണ്ടവണ്ണം, ഈ കരങ്ങളെ കൊണ്ട് ഞാൻ പ്രവൃത്തി ചെയ്യേണ്ടുന്നവനാണ്. കരത്തിന്റെ സാധ്യതയെ ആദ്യം തന്നെ നമുക്ക് ബോധിപ്പിച്ചു തരിക. കരാഗ്രേ വസുദേ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ എന്തെങ്കിലും ഒരു ആചരണമല്ല. തന്റെ സാധ്യതകളെ മുഴുവൻ അറിയാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ എന്ന് പറയാം. തുടർന്ന് ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപായിട്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്താണ് ഭൂമി, ഞാൻ കർമ്മം ചെയ്യാൻ പോകുന്ന ഈ കർമ്മഭൂമി എങ്ങനെയുള്ളതാണ്, ഇതിൽ ഈ ഭൂമിയിൽ പെരുമാറുന്ന എന്റെ മനോഭാവം ഏത് പ്രകാരത്തിലുള്ളതായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇങ്ങനെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും, പല്ല് തേക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ്, കുളി കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, പഠിക്കുന്നതിന് മുൻപ്, ഓരോ കർമ്മം ചെയ്യും. ഇതിന്റെ രഹസ്യം 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണും. എങ്ങനെയാണ് ഭഗവത് അർപ്പണമായിക്കൊണ്ട് കർമ്മം ചെയ്യേണ്ടുന്നത്. അപ്പൊ ധ്യാന ശ്ലോകം എന്നത് ഭഗവത്ഗീതയിൽ ധ്യാന ശ്ലോകം ഭഗവത്ഗീതയിലുള്ളതാണോ ഈ ധ്യാന ശ്ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഉള്ളതല്ല. ഭഗവത്ഗീത നിങ്ങൾക്കറിയാം, മഹാഭാരതം ഭീഷ്മപർവം 25-ാം അധ്യായം മുതൽ തുടർന്നു വരുന്ന 18 അധ്യായങ്ങളിൽ 700-701 ശ്ലോകങ്ങളെ കൊണ്ട്
എന്താണ് 700, എന്താ 701 എന്നൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണും. ഇങ്ങനെയുള്ള 700ഉം 701, 700 എന്നൊരു പക്ഷം, 701 എന്ന് വേറൊരു പക്ഷം. ശ്ലോകങ്ങളാണ്, 18 അധ്യായങ്ങളാണ് എന്നൊക്കെ ഏവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഏത് കർമ്മത്തിന് മുൻപായിട്ടും നമുക്കിത്തരത്തിലൊരു ധ്യാനാവസ്ഥിത മനസ്സ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് സോറി പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയേണ്ടി വരുന്നത് ഈ ധ്യാനം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ധ്യാന ശ്ലോകം ഭഗവത്ഗീതയിലുള്ളതല്ല. പിൽക്കാലത്ത് പിന്നീട് മധുസൂദന സരസ്വതി എന്ന ഒരു കവിയും പണ്ഡിതനും സർവോപരി മഹാജ്ഞാനിയുമായിരുന്ന മധുസൂദന സരസ്വതിയാൽ വിരചിതമാണ് ഈ ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഓം പാർത്ഥായ പ്രതിബോധിത. പാർത്ഥനായിക്കൊണ്ട്, അർജുനനായിക്കൊണ്ട്. അർജുനൻ അറിയാം, മഹാഭാരതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അർജുനൻ. അർജുനനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കായിക്കൊണ്ട് എന്നാണ്. നരനാരായണ സംവാദമാണ് ഭഗവത്ഗീത എന്ന് പറയാറുണ്ട്. നരനും നാരായണനും. നരന്റെ അല്ലെങ്കിൽ മുഴുവൻ ലോകത്തിലെ നരന്മാരെയും അർജുനൻ പ്രതിനിധാനം ചെയ്യുന്നു. ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുമ്പോൾ ആദ്യം പറയുന്നത് തന്നെ ഇതാണ്: അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം വാസുദേവ ആഹ. ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിന്റെ കല്യാണത്തിനായിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. അർജുനം നിമിത്തീകൃത്യ. അപ്പം അർജുനനായിക്കൊണ്ട്, പാർത്ഥായ എന്ന് പറഞ്ഞാൽ അർജുനനായിക്കൊണ്ട്. ആരാ പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? പ്രതിബോധിതാം, നല്ലവണ്ണം. പ്രകർഷേണ ബോധിതാം പ്രതിബോധിതാം. നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണോ? അല്ല. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞു തരാം. ഈ ധ്യാനശ്ലോകം പഠിക്കുമ്പോൾ കൂട്ടത്തില് നമ്മൾ കുറെ കാര്യങ്ങളും കൂടെ പഠിക്കേണ്ടതുണ്ട്. പ്രതിബോധിത എന്നതിൽ നിന്ന് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയും. ഒരുപാട് കാര്യം. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അതെന്താ സ്ത്രീകളെ സംബന്ധിച്ച് എന്ന് പറയുമ്പം പ്രതിബോധിതാം എന്ന വിഷയത്തിൽ എല്ലാവർക്കും അതെ. ഇപ്പൊ സ്ത്രീകളോട് വീട്ടില് ഏതെങ്കിലും ഒരമ്മയാണ് ടെലിഫോൺ എടുത്തത് എങ്കിൽ ആ വീട്ടിലേക്ക് വരാനുള്ള വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാ പറഞ്ഞു തരാൻ. 25, 30, 40 വർഷമായിട്ട് അവിടെ താമസിക്കുകയായിരിക്കും. അപ്പൊ അവര് പറയും നേരെ ഇങ്ങോട്ട് പോന്നോളാൻ. ആദ്യം പറയാതെ നേരെ ഇങ്ങോട്ട് പോരൂ. നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. സ്വാമിയെ പലരും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പൊ ശരി പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. സ്വാമിയുടെ അനുഭവം കൊണ്ട് പറയാണ്.
നേരെ ഇങ്ങോട്ട് പോരും സ്വാമി, ഒന്നും നോക്കാനില്ല, നേരെ ഇങ്ങോട്ട് പോരും. ആദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, നിങ്ങളിപ്പോ എവിടെയാണ്? ഈ കഴിഞ്ഞ ദിവസം ഈ അടുത്ത ഈ സ്വാമി ഈ അധ്യാത്മാനന്ദ സ്വാമികൾ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു വീട്ടിലേക്ക് പോവാണ്. നമുക്ക് പരിചയമുള്ള ഒരു വീടാണ്. ആ വീടിന്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ നമുക്കൊരു സംശയം, ഇത് ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ, അത് ആ ഒരു സംശയത്തിൽ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്തു. ഫോൺ എടുത്ത ഉടനെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഇന്നടുത്തുനിന്ന് എങ്ങോട്ടാ, വഴി തെറ്റി ഇല്ലേ? ആദ്യത്തെ കമന്റ് അതാണ്, വഴി തെറ്റി. വഴി തെറ്റിയിട്ടൊന്നുമില്ല, അതിന്റെ തൊട്ടടുത്താണ്. എന്നിട്ട് അവര് പറഞ്ഞ വഴി തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയോ? മിഷന്റെ അവിടുന്ന്. സ്വാമിജി മിഷന്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരാ, നമ്മളവിടെ തൊട്ടടുത്താണ്. ഇനി നമ്മൾ ഒരു സിഗ്നൽ കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ബാങ്കിന്റെ അവിടുന്ന് നേരെ വന്നാലാണ് നമ്മുടെ വീട്. അപ്പൊ ബാങ്ക് നിങ്ങളുടെ വലതുവശത്താണോ ഇടതുവശത്താണോ? നിങ്ങൾ ഏത് വാഹനത്തിലാണ്? ഓട്ടോറിക്ഷയിലാണോ കാറിലാണോ? കാറ് നിങ്ങളാണോ ഡ്രൈവ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിങ്ങളുടെ വലതുവശത്ത് വരും. വലതുവശത്ത് ആ ബാങ്ക് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന റൈറ്റിലേക്ക് വരുന്ന വഴി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ആ ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ കാണണം. നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് വേണം വഴി പറയാൻ. മിക്കവാറും അമ്മമാരെ ഇടത്തോട്ടുള്ളതിന് വലത്തോട്ട് തന്നെ പറയാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ വലത്തോട്ടാണ് പോവാറ്. അമ്പലത്തിൽ നിന്ന് അങ്ങനെ വലത്തോട്ടാണ് പോവാ. വരുന്ന ആള് നേരെ എതിർദിശയിൽ നിന്നാണ് വരുന്നത്. ഈ പ്രതിബോധിതാം എന്നത് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ ആശയവിനിമയം നടക്കുന്ന സമയത്ത് നമ്മൾ എത്ര പറയാറുണ്ട്. ഒരു സാധനം വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നടത്താണ് വെച്ചത്, ഇന്നടത്താണ് ഉള്ളത് എന്ന് എടുക്കാൻ, അത് അവിടെ ഉണ്ട്. എവിടെ? പ്രതിബോധിത. ഒന്ന്, ഇതാണ് അതിന്റെ അടിത്തട്ട് എന്ന് പറയാം, താഴത്തെ തട്ട്. പിന്നെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാം. എന്താണ്? അയാൾക്ക് മനസ്സിലാവരുത്, അതിനു വേണ്ടിയിട്ട് വ്യക്തമല്ലാതെ ഓരോന്ന് പറയാം. അങ്ങനെയല്ല, വളരെ വ്യക്തമായി ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ പറയാം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ദൂതനായിക്കൊണ്ട് ലങ്കയിലേക്ക് പോയിട്ടുള്ള ഹനുമാൻ കാര്യം നിർവഹിച്ച് തിരിച്ച് തന്റെ മഹാപ്രഭുവിനെ കണ്ട സമയത്ത് ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ സീതാദേവിയെ കണ്ടു എന്നാണ്. നമ്മളായിരുന്നു ആ ദൗത്യം നിർവഹിച്ചതെങ്കിലോ ഈ കാര്യം പറയില്ല. അല്ല, നിങ്ങൾ കണ്ടോ, അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇത് പറഞ്ഞില്ലേ, ഇല്ലേ, അത് നിൽക്കട്ടെ, അത് സസ്പെൻസാണ്. നമ്മൾ അത് വ്യക്തമായിട്ട്, ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രതിബോധിത. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനോട്, ജോലിക്കാരിയോട്, ജോലിക്കാരിയൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മളിങ്ങനെ പറയുന്നു, വെറുതെ പറയുന്നു. അവര് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാര്യം നടക്കുന്നില്ല. ഈ പ്രകർഷേണയുള്ള ബോധിപ്പിക്കൽ, നല്ലവണ്ണമുള്ള ബോധിപ്പിക്കൽ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നുണ്ടോ? വളരെ ആലോചിക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ ധ്യാന ശ്ലോകത്തിൽ നിന്ന് ഭഗവത്ഗീത കേൾക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠങ്ങളിൽ ഒന്നാമത്തെ പാഠം ധ്യാന ശ്ലോകത്തിൽ ഇതാണ്. ഭഗവാൻ അർജുനന് പല പല ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപായങ്ങൾ. നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒരാളെ നിരാശപ്പെടുത്തി വിടരുത്, ഉപായങ്ങൾ ഉണ്ടാവും. അർജുനൻ പലപ്പോഴായിട്ട് പല വിധത്തിൽ പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അർജുന, ഇനി എനിക്ക് നിന്നെ ഉപദേശിക്കാൻ സാധ്യമല്ല എന്നോ, അല്ലെങ്കിൽ ഇനി ഇവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നോ പറയാതെ ആ അർജുനന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനെ ഉപദേശിക്കുന്ന ആ പ്രക്രിയയെയാണ് ഇവിടെ പ്രതിബോധിത എന്ന് പറഞ്ഞത്. നല്ലവണ്ണം ആ അർജുന മനസ്സിനെ അറിഞ്ഞ് നമ്മൾ ആർക്കാണോ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് എന്താണ് കിട്ടേണ്ടത്, അവർക്ക് ഏത് കിട്ടിയാൽ അവൻ ശാന്തനാവും, പരമമായിട്ടുള്ള ശാന്തി അതൊരാൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ വിജയം ലഭിക്കണം എന്ന്
നമ്മുടെ മുൻപിൽ അത് വരുന്ന സമയത്ത് നാം അവരെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് പ്രതിബോധിത എന്ന് പറയുന്നത്. ആരാണ്? ഭഗവത നാരായണേന സ്വയം, ഭഗവാനായിട്ടുള്ള നാരായണനാൽ. നാരം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. ആ അറിവിന്റെ മൂർത്തിയായ സാക്ഷാൽ നാരായണൻ തന്നെയാണ് സ്വയം, നാരായണനാൽ സ്വയം ഭഗവാൻ അർജുനനായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ഇത് പറയുന്നത്? യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. വ്യാസേന ഗ്രഥിതാം. വ്യാസൻ എന്ന മഹാഋഷിയാൽ, കൃഷ്ണദ്വൈപായനൻ എന്ന പേരും അതുപോലെ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ എന്ന ഋഷി വ്യാസൻ എന്ന പേര് വേദത്തെ വ്യസിച്ചതിന് ശേഷം, വ്യസിക്കുക എന്ന് പറഞ്ഞാൽ പകുക്കുക, അങ്ങനെയുള്ള വ്യാസേന ഗ്രഥിതാം, വ്യാസനാൽ വിരചിതമായ. ആരാണ് വ്യാസൻ? പുരാണ മുനിന. പുരാണ മുനിന എന്നുള്ളതിന് പറയുന്നത് എന്താ? ഇവിടെ പല പ്രകാരത്തില് നിങ്ങൾക്ക് ഈ വ്യാഖ്യാനങ്ങളെ കാണാൻ സാധിക്കും. പുരാണങ്ങളെ രചിച്ച മുനിയെന്നും, പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതും അതുപോലെ നവമായിട്ടുള്ള നിത്യ നൂതനത്വം പകരുന്നതുമായിട്ടുള്ള രചനകൾ നടത്തിയിട്ടുള്ള മുനി വ്യാസൻ. പുരാണങ്ങൾ രചിച്ചിട്ടുണ്ട്. അതേ സമയത്ത് മുനിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള പഴക്കം ചെന്ന ഒരു മുനിയുമാണ്. പുരാണങ്ങൾ രചിച്ചിട്ടുണ്ട്. അതേ സമയത്ത് മുനിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള പഴക്കം ചെന്ന ഒരു മുനിയുമാണ്. പുരാണങ്ങളുടെയൊക്കെ, അതായത് മഹാപുരാണങ്ങൾ, 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വ്യാസഭഗവാനാണ്. വ്യാസര് തന്നെയാണ് മഹാഭാരതവും. അതുപോലെ രാമായണം വ്യാസൻ, അധ്യാത്മരാമായണം വ്യാസകൃതമാണ്. ഇതൊക്കെ രചിച്ചിട്ടുള്ള പുരാണമുനിയായിട്ടുള്ള വ്യാസനാൽ എവിടെയാണ്? മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യഭാഗത്ത്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം. ഭാരമുള്ളത്, ഭാരം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവിന്റെ ആ നിറവ് എന്നാണ്. അങ്ങനെയുള്ള മഹാഭാരതത്തിന്റെ മധ്യഭാഗത്താണ് ഭഗവത്ഗീത നിലകൊള്ളുന്നത്. വ്യാസഭഗവാൻ ഇതിനെ കേന്ദ്രീകരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിനെ എവിടെയാണ് ഈ തത്വശാസ്ത്രം ഈ വ്യാസഭഗവാൻ ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതത്തിന്റെ മധ്യഭാഗത്താണ് കേന്ദ്രമായിക്കൊണ്ട് നിലകൊള്ളുന്നു. അല്ലെങ്കിൽ മഹാഭാരതം വിരചിച്ചത് തന്നെ ഈ ഗീത പറയുന്നതിന് വേണ്ടിയിട്ടാണ്. മധ്യേ മഹാഭാരതം. എന്താണ് ഇതിന്റെ വിഷയം? അദ്വൈതാമൃത വർഷിണി, അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്ന. അദ്വൈതം എന്ന് പറഞ്ഞാൽ ന ദ്വൈതം, അദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്. രണ്ടില്ലാത്തത് എന്നുള്ളതിന് മുറിവില്ലാത്തത്. രണ്ട് വേറെ ആയിക്കഴിഞ്ഞാൽ മുറിവാണെന്നാ പറയാം. അതിന് അഖണ്ഡം എന്ന് പറയും. മുറിവില്ലാത്ത അമൃതം എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്ത, മരണമില്ലാത്ത അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്ന, അത് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്ന അദ്വൈതാമൃത വർഷിണി. ഭഗവതീം അദ്വൈതാമൃത വർഷിണീം അഷ്ടാദശാധ്യായിനീം അംബ. ഇതൊക്കെ ഭഗവത്ഗീതയുടെ വിശേഷണങ്ങളാണ്. ഭഗവത്ഗീത എന്ന ഈ ശാസ്ത്രത്തെ പറയുന്നു. അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളെ അല്ലയോ ഭഗവതി, ഭഗകളുള്ളവൾ, അല്ലെങ്കിൽ ഭഗവാൻ, ഭഗവതി. ഭഗ എന്ന് പറഞ്ഞാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശ ശ്രിയ വൈരാഗ്യസ്യാധമോക്ഷസ്യ ഷണ്ണാം ഭഗ ഇതീരിണ. ഭഗകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളാണ്. ഇതിനെ ഭഗവാൻ എന്ന ശബ്ദത്തിൽ നമ്മൾ കാണും വിസ്തരിച്ച്. അപ്പൊ ഈ ഭഗവതിയും അഷ്ടാദശാധ്യായനിയും 18 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ള ഹേ അംബേ, അല്ലയോ അംബേ, ത്വാം, അമ്മയെ, അങ്ങയെ അനുസന്തധാമി, അഹം
അനുസന്തതാമി, ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. ഭഗവത്ഗീതേ ഭവദ്വേഷിണി, ഹേ ഭഗവത്ഗീതേ, അല്ലയോ ഭഗവത്ഗീതേ, ഭവദ്വേഷിണി, ഭവിച്ചിട്ടുള്ള, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നൊന്നും, പിന്നെ ഒരുപാട് ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, വ്യസനം, വ്യതകള്, ഇതൊക്കെ സംസാരമാണ്. ഇതിനെയൊക്കെ തീർക്കാൻ പോകുന്നവളായിട്ടുള്ള അല്ലയോ ഭഗവത്ഗീതയെ, ഞാൻ അമ്മയെ അനുസന്ധാനം ചെയ്യാൻ പോകുന്നു. ഇതാണ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. എന്താണ് ഞാൻ അനുസന്ധാനം ചെയ്യാൻ പോകുന്നത്? പലപ്പോഴും ഗീത എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ ആളുകൾക്ക് അറിയില്ല, എന്നിട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങും. ഒരു സ്കൂളില് ഭഗവത്ഗീത രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചപ്പം പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞു മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു, വിവേകാനന്ദ സ്വാമികളാണെന്ന് പറഞ്ഞു. പറഞ്ഞത് എന്താ, സ്ഥലം ചങ്ങനാശ്ശേരിയാണ്, മന്നത്ത് പത്മനാഭനാണെന്ന് വരെ പറഞ്ഞു, മന്നത്ത് അപ്പൂപ്പനാണെന്ന് വരെ പറഞ്ഞു. നമ്മൾ തമാശയായിട്ട് ഇന്നലെ അത് പറയണ്ടായിരുന്നു. അപ്പം എന്താണ് ഭഗവത്ഗീത? ഇപ്പൊ ചിന്മയാനന്ദ സ്വാമികളാണ് ഭഗവത്ഗീത എഴുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും അപ്പൊ നമ്മൾ വിചാരിക്കും, അങ്ങനെയൊക്കെ വരുമോ സ്വാമി? അതെ, ഇതും ഇതിലപ്പുറവും നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞു. നമുക്ക് തോന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങളൊരു സദസ്സില് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുത്തും നമ്മളെ ഈ വക കാര്യങ്ങളിലുള്ള ആളുകളുടെ അറിവ്. അത് വേദന ഉണ്ടാക്കുന്നതാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ ഈ ഒരു ആരാണ് രചിച്ചത്? എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ഒരു കൃതിയാണ് എന്ന്. ഇതൊരു സ്വതന്ത്ര കൃതിയല്ല, മഹത്തായ ഒരു കൃതിയുടെ ഒരു സന്ദർഭം. ഏതാണ് ആ സന്ദർഭം? കേന്ദ്രം, മധ്യേ മഹാഭാരതം. മഹാഭാരത മധ്യത്തിലാണ് ഭഗവത്ഗീത. ആരാണ് രചിച്ചത്? വ്യാസന്റെ രചനയാണ്. അപ്പൊ ഭഗവാനും അർജുനനും തമ്മിൽ സംസാരിച്ചതല്ലേ? അതെ. എങ്ങനെ സംസാരിച്ചു? വ്യാസനിലൂടെ. ഇതൊക്കെ അറിഞ്ഞാൽ വളരെ സമാധാനമാണ്. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം, ഞാൻ അനുസന്ധാനം ചെയ്യാൻ പോകുന്നത് ഇന്നതാണ്. എത്രയുണ്ട് അധ്യായങ്ങൾ? 18. 18 അധ്യായം കൊണ്ട് ഇത് തീരും. പലപ്പോഴും നമ്മൾ പല സീരിയലുകളും തുടങ്ങുമ്പോൾ ഇത് എത്ര എപ്പിസോഡ് ഉണ്ട് അറിയില്ല, എന്ന് കഴിയും ഒരൈഡിയയും ഇല്ല, എന്ന് തീർക്കും ആർക്കും അറിയില്ല. 18 അധ്യായനി, അല്ലയോ അമ്മേ, ഞാൻ അനുസന്ധാനം ചെയ്യാൻ പോകുന്നു. തുടർന്ന് അടുത്ത 2ാമത്തെ ശ്ലോകം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്രാ യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ. തുടർന്ന് ആദ്യം ഗ്രന്ഥം എന്താണ്, ഗ്രന്ഥത്തിന്റെ താത്പര്യം എന്താണ്, ഈ ഗ്രന്ഥത്തിന്റെ നിർണയം എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഇത്രയും വിശിഷ്ടമാർന്ന ഗ്രന്ഥത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ ഒരു നമസ്കാരം. ആദ്യം ഗ്രന്ഥത്തെ തന്നെ നമസ്കരിക്കുന്നു. ഹേ അമ്പേ അനുസന്തതാമി എന്ന് പറഞ്ഞല്ലോ, അല്ലയോ ഭഗവത്ഗീതയെ അമ്മേ, ഞാൻ അനുസന്ധാനം ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പായിട്ടതാ പറയുന്നു. അതിനുശേഷം നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ, അങ്ങയുടെ ആ വിശാലമായ ബുദ്ധിക്ക് മുൻപിൽ എന്റെ നമസ്കാരം. എന്താണ് അദ്ദേഹത്തിന്റെ വിശാല ബുദ്ധി? അത് പറഞ്ഞാൽ ആ വിശാല ബുദ്ധി മുഴുവൻ പറയണമെങ്കിൽ മഹാഭാരതം മുഴുവൻ പറയണം. എന്ത് ഗംഭീരമായിട്ടാണ് അതിനെ രചിച്ചിരിക്കുന്നത്, അതിഗംഭീരമായിട്ട്.
വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയും. വ്യാസഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ആ മനീഷിയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. അതിന് അപ്പുറത്ത് കടന്ന് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആർക്കും ഇതുവരെ ഇതിനപ്പുറത്തൊന്ന് വെളിപ്പെടുത്തി തരാൻ സാധിച്ചിട്ടില്ല. വിശാല ബുദ്ധി. ആ വിശാല ബുദ്ധിയെ നാം എങ്ങനെയാണ് കാണേണ്ടത്? വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വിശാല ബുദ്ധി എന്നുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ വിശാല ബുദ്ധി? ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? മഹാഭാരതം. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജാക്കന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് സൂര്യവംശവും ചന്ദ്രവംശവും അല്ലേ, ആ രാജാക്കന്മാര് ഏതൊക്കെ പ്രകാരത്തിലാണ് രാജ്യം ഭരിച്ചത്, അതിലൊരു കേന്ദ്രമായിട്ട് താനും അതിലൊരു കഥാപാത്രം. സോമവംശ രാജാക്കന്മാരുടെ കഥ പറയുമ്പോൾ ശന്തനു മഹാരാജാവിന്റെ കഥ പറയുന്നു. ശന്തനു മഹാരാജാവ് രാജ്യകാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ കാണിക്കുന്നതും അതുപോലെ രാജാവിന് പറ്റുന്ന വീഴ്ചകളും. വ്യാസന്റെ മഹാഭാരതത്തില് നമുക്ക് അനുകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാൻ പോകുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ മാത്രം എന്ന് പറയാം. ബാക്കി എല്ലാവരിലും കുറവും കൂടുതലും ഒക്കെ കാണിക്കുന്നുണ്ട് വ്യാസഭഗവാൻ. അത് കൃഷ്ണന് അതായത് പൂർണ്ണാവതാരം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. കൃഷ്ണൻ അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കൃഷ്ണനെ എങ്ങനെയാ നമുക്ക് അനുകരിക്കാൻ പറ്റുക? കൃഷ്ണന്റെ കർമ്മത്തെയും ജന്മത്തെയും താത്വികമായി അറിയണം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കൃഷ്ണ സംബന്ധിയായ എന്തൊക്കെ സംശയങ്ങളുള്ള കർമ്മങ്ങൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടോ അതിനൊക്കെ കഴിയുന്നത്ര ഉത്തരം പറയാൻ സ്വാമി ശ്രമം നടത്താം. കാരണം ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ജന്മകർമ്മചമേ ദിവ്യം യോ വേത്തി തത്വതഃ. ആരാണ് എന്റെ ദിവ്യമായ ജന്മത്തെ, ദിവ്യമായ കർമ്മത്തെ താത്വികമായി അറിയുന്നത്? അപ്പൊ എന്റെ ജന്മത്തെയും കർമ്മത്തെയും താത്വികമായി അറിയണം എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് പറയിപ്പിച്ചത്? വ്യാസൻ. അപ്പൊ എങ്ങനെയാ വ്യാസൻ ഇത് പറഞ്ഞു വരുന്നത്? ഓരോ രാജനീതി ചമയ്ക്കുന്നു. രാജനീതി ചമച്ചത് പല നീതികളും വ്യാസനും വ്യാസന്റെ പൂർവികന്മാരായിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യാസന്റെ മഹാഭാരതത്തിൽ തന്നെ വിതുരനെ കൊണ്ട് നീതിശാസ്ത്രം ചമയ്ക്കുന്നു. വിതുരൻ നീതിയെക്കുറിച്ച് പറയുന്നു, രാജാവിന്റെ ഗുണങ്ങളെക്കുറിച്ച്, രാജാവ് ഏതൊക്കെ കാര്യങ്ങളിൽ വ്യാപരിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ വ്യാപരിച്ചുകൂടാ ഇത്യാദി കാര്യങ്ങളൊക്കെ വിതുരനെ പോലുള്ള മഹാനുഭാവന്മാരെ കൊണ്ട് പറയിപ്പിക്കണം. അതുപോലെ മറ്റു പലയിടത്തും ഇതൊക്കെ മുൻപ് ഋഷിമാർ ചർച്ച ചെയ്യപ്പെട്ടതിനെ കൊണ്ടുവരുന്നു ഓരോരുത്തരിലും. എന്നിട്ടോ നമ്മളോട് കഥ പറയുക. എന്റെ തന്നെ കുടുംബ കഥയാണ് എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ കഥയാണിത്. ഇങ്ങനെയൊന്നും ആയാൽ പോരാ നിങ്ങൾ. ഇതാണ് വ്യാസർക്ക് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ തമ്മിലടിച്ചാലൊന്നും പോരാ. നിങ്ങൾ കുറേയും കൂടെ ഭേദപ്പെട്ട ജീവിതം ജീവിക്കണം. ഇതാ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്, പാണ്ഡവന്മാരാവട്ടെ കൗരവന്മാരാവട്ടെ രാജാക്കന്മാരാവട്ടെ, അധികാരമുള്ളവർക്കും അധികാരമില്ലാത്തവർക്കും ഒക്കെ അവസാനം അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അശാന്തിയാണ്, ദുഃഖമാണ്. അശാന്തിയാണോ ദുഃഖമാണോ നിങ്ങൾക്ക് ആവശ്യം? അതുകൊണ്ട് ഞാൻ രണ്ട് കൈയും പൊക്കി പറയുന്നു, ധർമ്മത്തെ ആശ്രയിക്കൂ. അപ്പൊ ഈ ധർമ്മത്തെ ആശ്രയിക്കൂ എന്ന് പറയുന്ന വ്യാസൻ ഈ ധർമ്മത്തിന് ച്യുതിയുണ്ടാക്കുന്നത്,
ധർമ്മത്തിന് വീഴ്ചയുണ്ടാക്കുന്നത് എവിടെയാണോ ധർമ്മം ഭദ്രമായി ഇരിക്കേണ്ടുന്നത് ആ ഭദ്രമായി ഇരിക്കേണ്ടുന്ന കൈകളിൽ തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ വിശാല ബുദ്ധി. ഇന്നും മഹാഭാരതം വളരെ ചൂട് പിടിച്ച ചർച്ചയ്ക്ക് ഒരു വിഷയമാണ് മഹാഭാരതം. പലതും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ശന്തനു മഹാരാജാവ് സത്യവതിയെ കാണുമ്പോൾ സത്യവതിയോട് തോന്നുന്ന ഒരു അനുരാഗം, ഒരു പ്രേമം, സ്വന്തമാക്കണം എന്ന ഒരാഗ്രഹം ഒരു രാജാവിന് അത് സമ്മതമാണോ? അല്ലെങ്കിൽ രാജാവ് അത്തരത്തിൽ ചിന്തിക്കുന്നത്, രാജാവിന്റെ അത്തരത്തിലുള്ള ചിന്തകള് ഋഷിമാർ അല്ലെങ്കിൽ പൂർവികന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ധർമ്മോപദേശം നടത്തുന്നവര് രാജാവിന്റെ വികാര വിചാരങ്ങളെക്കുറിച്ച് പോലും നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, രാജാവ് എന്ത് ചിന്തിക്കണം, എന്ത് സ്വപ്നം കാണണം എന്ന് പോലും. രാജാവ് കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ സങ്കല്പങ്ങള് അതൊക്കെ ഇന്നതായിരിക്കണം. രാജാവ് എപ്പം ഉണരണം, എപ്പം കിടക്കണം എന്നൊക്കെ. എന്തുകൊണ്ട്? രാജാവ് രാജ്യമാണ്, പ്രജകൾ മുഴുവൻ രാജാവിൽ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് രാജാവിന് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ചൂതാട്ടം. നമ്പർ 1. രാജ്യം അധികാരം കൈയാളുന്ന രാജാവ്, രാജകുമാരന്മാർ വിനോദത്തിനൊക്കെ ഏർപ്പെടുന്നത് അതിൻ്റെയൊക്കെ സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജാവ് ചൂതാട്ടം നടത്തരുത്, രാജാവ് മദ്യപാനം ചെയ്യരുത്, രാജാവ് നായാട്ട് ചെയ്യരുത്. രാജാവ് നായാടരുത്, മദ്യപാനം ചെയ്യരുത്, പരസ്ത്രീ സേവ ചെയ്യരുത്, പരസ്ത്രീയിൽ ആഗ്രഹം ജനിക്കരുത്, ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചാൽ ഒരു തലമുറ തന്നെ, ആ തലമുറയെ തന്നെ സ്വാധീനിക്കുന്നതാണ് രാജാവിന്റെ വികാര വിചാരങ്ങളും ചെയ്തികളുമെന്ന് ഋഷി എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കി രാജനീതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ശന്തനു മഹാരാജാവില് വേറൊരു സ്ത്രീയിൽ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് ആ ആഗ്രഹത്തെ നിറവേറ്റുന്നതിനായിട്ട് പുത്രന്റെ ഒരു ദൗത്യം, പുത്രന്റെ ഒരു ഇടപെടൽ, പുത്രനെയും കൂടെ ആ കർമ്മത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് നമ്മളോട് കഥ പറയുകയാണ്. രാജാവ് തിരിച്ചു വരുമ്പം രാജാവിനുണ്ടാവുന്ന വിഷമം, ആ വിഷമത്തിന്റെ കാരണം അന്വേഷിക്കുന്ന ഭീഷ്മരോട് പറയുന്നു ഇന്നതാണ് കാര്യങ്ങൾ. ഭീഷ്മര് പറയുന്നു ഞാൻ ഏർപ്പാടാക്കി തരാം കാര്യങ്ങളൊക്കെ എന്ന്. ഇല്ലേ? ഭീഷ്മര് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ആ സമയത്ത് പുത്രൻ എന്ന ധർമ്മം എന്താണ് എന്ന് ഇതുപോലെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുത്രൻ എന്ന് പറഞ്ഞാൽ പുംനാംനം എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കേണ്ടുന്നവൻ എന്നാണ് പുത്രൻ എന്ന് പറയുന്നത്. പുംനാംനത്തോടുകൂടിയ നരകം എന്ന് പറഞ്ഞാൽ സംസാരം. അച്ഛനുണ്ടാകാനിടയുള്ള, അച്ഛൻ എന്തൊക്കെ കെട്ടുപാടുകൾ വരുമോ ആ കെട്ടുപാടുകളിൽ നിന്ന് മുഴുവൻ മോചിപ്പിച്ച് അച്ഛനെ സ്വതന്ത്രനാക്കി പരമമായ ആ ലക്ഷ്യത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക്, സമാധി അനുഭവത്തിലേക്ക് കടന്നു ചെല്ലാൻ, കയറി ചെല്ലാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരുവനെയാണ് ഭാരതം പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ പുത്രന്റെ ധർമ്മത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് പുത്രൻ എന്ത് ചെയ്യുന്നു? അച്ഛന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അച്ഛന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്നു മകൻ. അല്ലേ? ഭാരതത്തിൽ മുൻപ് മകന് വേണ്ടി അച്ഛൻ പെണ്ണ് കാണുകയായിരുന്നു പതിവ്. ഇത് നേരെ മറിയുന്നു. ധർമ്മത്തിന്റെ ച്യുതി കാണിച്ചു തരികയാണ്. എവിടെയൊക്കെയാണ് ധർമ്മം കീഴ്മേൽ മറിയുന്നത്, അതിനെയൊക്കെ നല്ല ന്യായീകരണങ്ങൾ നമ്മൾ നൽകുന്നുവെങ്കിൽ ഈ വിശാല ബുദ്ധി നമ്മൾ കാണില്ല. അപ്പൊ ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അച്ഛനുണ്ടായ ആഗ്രഹത്തിൽ ആ അച്ഛന്റെ ആഗ്രഹത്തെ നിറവേറ്റാൻ പോകുന്ന മകന്റെ പോക്ക് ശരിയോ തെറ്റോ
നമ്മൾ പറയും അവനാണ് മകനെന്ന്. അച്ഛന്റെ എല്ലാ സങ്കല്പങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുന്നവനല്ല പുത്രൻ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പുത്രൻ എന്താണ്? എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനെയാണ് പുത്രൻ എന്ന് പറഞ്ഞത്. ആ നിലയ്ക്ക് നോക്കുമ്പം എങ്ങനെ ഭീഷ്മർക്ക് പുത്രനാകാൻ സാധിക്കും? വീണ്ടും അച്ഛനെ വീണ്ടും കെട്ടുപാടുകളിലേക്കല്ലേ ഭീഷ്മര് കൊണ്ടുപോയത്? അങ്ങനെ നമ്മളോട് ഇങ്ങനെ കഥ പറയണു. എന്തിന് ദ്രൗപദിയെ എന്താ അഞ്ച് പേരുടെ ഭാര്യയാക്കിക്കൊണ്ട് ദ്രൗപദി അങ്ങേയറ്റത്തെ പാതിവൃത്യത്തെ പതിവ്രതയാണ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് സ്ത്രീയുടെ ആ പരിശുദ്ധി? ഈ ചർച്ച സമൂഹത്തിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ നടക്കുന്നു. ഭഗവാൻ ഒരു യുദ്ധത്തിന് കൂട്ടുചേരുന്ന സമയത്ത് ഇത് ന്യായമോ അന്യായമോ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക ഓരോ ഇടത്ത്. പിന്നീട് കാണിച്ചു തരുന്ന ഓരോന്നും ദ്രൗപദി ചോദിക്കുന്ന കുലവധു പണയവസ്തുവോ എന്ന് കൊട്ടാരത്തില് എല്ലാ നിയമജ്ഞന്മാരും ഇരിക്കെ, അന്നത്തെ നിയമത്തിന്റെ വലിയ ആളുകളാണ് ഇവരൊക്കെ, അവരൊക്കെ ഇരിക്കെ ദ്രൗപദി ഒരു ചോദ്യം ചോദിച്ചു, കുലവധു പണയവസ്തുവാണോ? ആ സമയത്ത് നിയമം ചമച്ചവർക്കും നിയമം അറിഞ്ഞവർക്കും ഒന്നും പറയാനില്ലായിരുന്നു എന്ന് പറയാം. അപ്പൊ ദ്രൗപദിയിലൂടെ വ്യാസൻ നമ്മളോട് സംസാരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ന്യായീകരണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യാസ ഭഗവാന്റെ വിശാല ബുദ്ധി നഷ്ടപ്പെടും എന്ന് പറയാം. ഇവിടെയൊക്കെ നമ്മൾ ന്യായീകരണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യാസ ഭഗവാന്റെ വിശാല ബുദ്ധി നഷ്ടപ്പെടും എന്ന് പറയാം. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. അതുകൊണ്ട് ഭഗവത്ഗീതയില് വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുക. ഈ മഹാഭാരതത്തെ ഒന്ന് എടുത്തിങ്ങനെ നമുക്ക് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പറയാം. ഗീതയിൽ നിങ്ങൾ ആ സമയം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ധർമ്മത്തെ, അതിന് ഭഗവാൻ യോഗം എന്നാണ് പേര് കൊടുത്തത്. ഈ യോഗത്തെ ഞാൻ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇങ്ങനെ സൂര്യനിൽ നിന്ന് മനുവിലേക്കും മനുവിൽ നിന്ന് ഇക്ഷ്വാകുവിലേക്കും പരമ്പരയാ നിലനിന്ന ഈ യോഗം ഇതാ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വീണ്ടും ഉപദേശിച്ചു തരാം. നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നലൊക്കെ. അതുകൊണ്ട് ഞാൻ നിനക്ക് ഇനിയും പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് എന്ന് പറയുന്ന സമയത്ത് അർജുനൻ ഭഗവാനോടൊരു ചോദ്യം ചോദിച്ചു. ഭഗവാനെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, അങ്ങയുടെ ജന്മവും സൂര്യന്റെ ജന്മവും, സൂര്യൻ എത്രയോ മുൻപ് ജനിച്ചവൻ, അങ്ങ് ഈ അടുത്ത കാലത്ത് അഷ്ടമിയിൽ രോഹിണി നക്ഷത്രത്തിൽ അല്ലേ ജനിച്ചവൻ. അപ്പൊ അങ്ങ് ഈ സൂര്യന് ഉപദേശിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് നമ്മളെ പോലെ തന്നെ അർജുനൻ പറഞ്ഞത്. അപ്പോഴാണ് ഭഗവാൻ ഈ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും രഹസ്യം താത്വികമായി അറിയണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഭഗവാൻ അവിടെ ഉദ്ദേശിക്കുന്നത്? സമഷ്ടിയില് സൂര്യൻ ഈ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം, പ്രകൃതി എല്ലാം തന്നെ ഭഗവാന്റെ ഈ യോഗം, ഈ ചക്രം, ഭഗവാൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏവം പ്രവർത്തിതം ചക്രം, വളരെ ക്രമമായി പ്രവർത്തിക്കുന്ന ഈ ചക്രം. അത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് തന്നെയാണ്. സൂര്യൻ നമ്മുടെ ഉള്ളിൽ സമഷ്ടിയായിരിക്കുന്നത് വ്യഷ്ടിതലത്തിൽ ബുദ്ധിയിലാണ്. സൂര്യൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ ഭഗവാൻ ഇത് ഉപദേശിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചു വെച്ചിരിക്കുക. ബുദ്ധിയെ ഉണ്ടാക്കിയത് ഭഗവത്ഗീത കൊണ്ടാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്,
അതിനെന്താ പറഞ്ഞതെന്നറിയോ? സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ യജ്ഞഭാവത്തോടുകൂടിയാണ് പ്രജാപതി നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാ. യജ്ഞമാണ് ഇതിലെ കേന്ദ്രം. അപ്പൊ യജ്ഞഭാവത്തോടുകൂടി യജ്ഞം കൊണ്ടാണ് നമ്മെ ഉണ്ടാക്കിയത്. യജ്ഞത്തിൽ നിന്ന് ആവിർഭവിച്ചതാ. യജ്ഞത്തിന്റെ സന്തതികളാണ് നാം. അതുകൊണ്ടാണ് യജ്ഞത്തിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകുന്നത്, കാമത്തിൽ നിന്നല്ല. അപ്പൊ കാമത്തിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ മനസ്സിലാവാൻ. യജ്ഞത്തിൽ നിന്നുണ്ടായാലോ ഇത് വേഗം മനസ്സിലാവും. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പറഞ്ഞത് ഈ യജ്ഞഭാവന നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഒരാൾക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അധർമ്മത്തെ തിരിച്ചറിയുന്നത്, ഇത് ധർമ്മമല്ല എന്ന് തിരിച്ചറിയുന്നത്. ഒരു വാഹനത്തിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു വാഹനം എതിരെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു നിയമവും പഠിക്കാത്ത ഒരാൾക്കറിയാം അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ലേ. ഏത് കാര്യത്തിലും ധർമ്മമേത് അധർമ്മമേത് എന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മെ ഉണ്ടാക്കിയത് തന്നെ ഈ യജ്ഞം കൊണ്ടാണ്. ഈ യജ്ഞമാണ് നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഏക ഉപായം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക്. ഈ ക്രമം തെറ്റുന്നുവെങ്കിൽ അവിടെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഇങ്ങനെ ക്രമത്തിലാണ് ഞാൻ സൃഷ്ടിച്ചത്. പക്ഷെ ഈ ക്രമം തെറ്റിക്കുന്നത് ആരാ? ഇവനാണ്. ഈ പ്രപഞ്ചത്തിൽ ഈ ക്രമം തെറ്റിക്കുന്നത് മനുഷ്യൻ മാത്രമാണത്ര. വേറെ ആരും ഈ ക്രമം തെറ്റിക്കുന്നില്ല. അവരൊക്കെ ഈ ക്രമത്തിൽ വളരെ നന്നായിട്ട് പോകുന്നു. അതുകൊണ്ടാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ വികൃതിയാവുക. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ പറയും, പ്രകൃതിയിൽ സുകൃതികൾ പോലും വികൃതികളാകുന്നു. എന്തുകൊണ്ട്? ആഗ്രഹം ജനിക്കുന്ന സമയത്ത്. അപ്പൊ ആ വിശാല ബുദ്ധി കാണേണ്ടത് എവിടെയാണ്? ഇതാ ധർമ്മപുത്രരെ കൊണ്ട് ചൂത് കളിപ്പിക്കുന്നു. ധർമ്മപുത്രർ ചൂത് കളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പൊ ധർമ്മപുത്രർ ചൂത് കളിച്ചത് ശരിയാണോ എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടണം. എന്നിട്ട് ഞാൻ ചൂതാട്ടത്തിന് പോണോ പോണ്ടേ, അനന്തര ഫലത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കണം. അച്ഛന് വേണ്ടി അച്ഛന്റെ താല്പര്യങ്ങൾ നിർവഹിക്കാൻ, ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ നിർവഹിക്കാൻ ആണോ ഞാൻ എന്റെ സ്വജീവിതത്തെ ഹോമിക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കണം. പലപ്പോഴും പല വിധത്തിൽ പറയുന്ന അച്ഛന്മാരുണ്ടാവും. അതൊക്കെ മുഴുവൻ അച്ഛൻ എന്തു പറഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കൽ ആണോ ഒരു പുത്രന്റെ ധർമ്മം? എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നത്? അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ്? രാജാവ് എന്ന നിലയ്ക്ക്, അച്ഛൻ എന്ന നിലയ്ക്ക്. അപ്പൊ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മഹാഭാരതം പലപ്പോഴും പലരും ചോദിക്കുന്നു, ഈ മഹാഭാരതം നടന്നതാണോ? വ്യാസന്റെ വിശാല ബുദ്ധിയെക്കുറിച്ചാണ് സ്വാമി ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഈ മഹാഭാരതത്തിന് വല്ല സാധ്യതയുമുണ്ടോ? നോക്കൂ, ഇപ്പോഴാണ് ഈ മഹാഭാരത യുദ്ധം അതായത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അധ്യാത്മാനന്ദ സ്വാമികള് 1893 സെപ്റ്റംബർ 11 കഥ പറഞ്ഞു. അതായത് അന്ന് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് പ്രസംഗിച്ചതാണ്. 1893 91 സെപ്റ്റംബർ 11. അതിനുശേഷം വേൾഡ് ട്രേഡ് സെന്റർ തകരുന്ന സമയത്ത്, അത് തകർന്ന സമയത്ത് അത് തകർക്കാൻ ആലോചിക്കുന്ന ആ ആലോചന ഉണ്ടായതുണ്ടല്ലോ, അതൊരു യുദ്ധമാണ്. അതിന് സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇത് പടുത്തുയർത്തിയവർ തന്നെയാണ്. സ്വാമി ആരെയും അമേരിക്കയെ വിമർശിക്കുകയോ ഒന്നുമല്ല. സ്വാമി കാര്യം മനസ്സിലാവാൻ വേണ്ടി പറയുക. കാരണം ഒരു സൗധം പടുത്തുയർത്തുന്ന സമയത്ത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റില്ല. മഹാഭാരതത്തിലും നടന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് വ്യാസൻ വളരെ കരുതലോടുകൂടിയാണ്
ഹസ്തിനപുരി, അതുപോലെ ഇന്ദ്രപ്രസ്ഥം ഇത്യാദികളൊക്കെ നിർമ്മിക്കുന്ന അതിന്റെ വാസ്തുശാസ്ത്രകാരന്മാരുണ്ട്. അവർ രണ്ടാൾക്കാരാണ്. എന്തുകൊണ്ടോ പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചത് മയനായിരുന്നു. മയൻ അസുരശില്പിയാണ്. അസുരശില്പി എങ്ങനെ പാണ്ഡവന്മാർക്ക് കൊട്ടാരം നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പാരിതോഷികമായി ഒരു പ്രത്യുപകാരമായിട്ടാണ്, അല്ലേ? ഗാണ്ഡവദാഹന സമയത്ത് ഈ മയനെ പിടിച്ച് ശരിയാക്കാൻ പോകുന്ന സമയത്ത് ഒരു സത്യം പറഞ്ഞ ഒരു കൈക്കൂലിയാണത്. കൈക്കൂലി കിട്ടിയ മുതൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയപ്രസ്ഥം എന്ന് തന്നെയാണ്. പ്രസ്ഥം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ സ്ഥീയതേ ഇതി പ്രസ്ഥഃ, നന്നായി ഇരിക്കുന്നത് എന്ന്. എവിടെ ഇരിക്കുന്നത്? ഇന്ദ്രിയങ്ങളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ഹരം പകരുന്ന രീതിയിലാണ് ആ സൗധത്തെ പടുത്തുയർത്തിയത്, ആ കൊട്ടാരത്തെ നിർമ്മിച്ചത്. നാം കൊട്ടാരം നിർമ്മിക്കുന്നത്, നാം വീടുകൾ നിർമ്മിക്കുന്നത്, നാം ബിൽഡിങ്ങുകൾ കെട്ടുന്നത് മറ്റുള്ളവനെ അസൂയ ജനിപ്പിക്കാനല്ല. മറ്റു രാജ്യങ്ങളെ മുഴുവൻ നിങ്ങളൊക്കെ ദാരിദ്ര്യവാസികൾ, നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാലത്തും ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അഹങ്കരിക്കുന്ന സമയത്ത് ഇപ്പുറം ഇത് കാണുന്നവനിൽ ഒരു അസൂയ, എന്നെങ്കിലും ഇത് ശരിയാക്കണം. യുദ്ധത്തിന്റെ വിത്ത് വീഴുന്നു. നമ്മളും ഇതുപോലെയൊക്കെ തന്നെയാണ്. വീടുണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? എറണാകുളത്ത് ഇങ്ങനൊരു വീടുണ്ടാകരുത്. ഡോറ് കൊത്തുന്നവനോട് പറയണം, കൊത്തിവെക്കുന്നത് ദശാവതാരോ അങ്ങനെ എന്തോ ആണോ? ചോദിച്ചു ആചാര്യോട്, ഏകാദശം ഉണ്ടോന്ന്? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെയും കൂടെ പടം നടുക്ക് വെച്ചാൽ ഏകാദശാവും. ദശാവതാരം ഭഗവാന്റെയും കൂട്ടത്തില് അത്. അപ്പൊ ഇങ്ങനൊരു ദശാവതാരം ഈ ജില്ലയിൽ ഇനി നീ വേറെ ആർക്കും പണിതു കൊടുക്കരുത്, ആര് ചോദിച്ചാൽ. അതുപോലെ വീടിന്റെ വീടിന് പേരിടുന്നതോ എവിടെ ഉണ്ടാകാത്ത പേര്, എന്നാൽ അത് ഭഗവാന്റെ ആയിരിക്കണം. അങ്ങനെ ഒരാൾ പേര് ചോദിച്ചു വന്നിരുന്നു, സ്വാമി ഭഗവാന്റെ ആയിരിക്കണം, പിന്നെയോ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എവിടെയുണ്ട്? എന്തൊരു കഷ്ടമാണ്. എന്റെ പേരുണ്ട്. ചോദിച്ചു അദ്ദേഹത്തിനോട്, ശ്രീവത്സം പറ്റുമെന്ന്? ഇല്ല, പറ്റില്ല. അത് എല്ലായിടത്തും ഉണ്ട്. പാഞ്ചജന്യം ഇല്ല, അത് പറ്റില്ല. പാഞ്ചജന്യം ഭഗവാന്റെ കയ്യിലുള്ള. എന്നാ ശരി, ശ്രീ പത്മം എന്നിട്ടുള്ളൂ. അതും എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഒറ്റ പേരേ ഉള്ളൂ, ശ്രീ ഗദ. ശംഖ് ചക്ര ഗദാധാരിയാണല്ലോ. എവിടെ ഇടാത്ത ഭഗവത് സംബന്ധമായത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ശ്രീ ഗദ എന്നിട്ടുള്ളൂ. അപ്പൊ എവിടെ ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. ആരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അയ്യേ, ഇതൊക്കെ ആള് കണ്ട എന്താ പറയാ? നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ ചിന്ത തന്നെ എന്താ? ആളുകൾ കണ്ട എന്ത് പറയും? നമുക്ക് താമസിക്കാൻ എങ്ങനെ യോഗ്യമാണോ? അല്ലല്ല, ആളുകൾ എന്തു പറയും? അപ്പൊ ഒരു വീടിന്റെ പണി പൂർണ്ണമായിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം പുറമേന്ന് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കും. അകത്ത് എങ്ങനെയായാലും കുഴപ്പമില്ല. ആള് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് ആ ഫ്രണ്ട് ഡോറ്, ബാക്കി ഡോറുകളൊന്നുമില്ല, ഫ്രണ്ട് ഡോറുണ്ട്, അല്ലേ? സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ലെവലാക്കി, കാർ പോർച്ച്, കാറില്ലെങ്കിലും ഇരിക്കട്ടെ എന്നെങ്കിലും. എന്തിനു വേണ്ടിയിട്ട്? ഒരു 25 കൊല്ലം കൊണ്ട് ആ വഴിക്ക് ഒരു റോഡ് വരില്ല, വയൽവരമ്പാണ്, വയൽവരമ്പിലൂടെ വേണം പോവാൻ. അങ്ങനെ ഉണ്ടാക്കുന്ന വീടിനും കാർ പോർച്ച് കാണാം ഗ്രാമങ്ങളിൽ ഇന്നുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ. കാരണം നിർമ്മിക്കുന്നത് മയനാണ്, അസുരശില്പിയാണ് ഈ പോകുന്നത്. നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടബ് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? പലപ്പോഴും അഴുക്ക് തുണി ഇടാനല്ലേ അത് ഉപയോഗിക്കാറുള്ളൂ, ഇല്ലേ? ഒന്നാമത്തെ ദിവസം ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ലൈറ്റ്, ഒരു വീട്ടിലൊരമ്മ പറയേ, ഇത് ആളുകൾ വരുമ്പോഴേ ഇടാറുള്ളൂ, എന്തിനാ ഇത്ര കറണ്ട് ബില്ല് കൂടില്ല? ഇല്ല സ്വാമി, അതങ്ങനെ വല്ല ഗസ്റ്റ് വരുന്ന സമയത്ത് ഇടും.
നമ്മളൊക്കെ പറയാറുള്ളതായത്. അപ്പൊ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇടാനുള്ള ഒരു 25 ഇതുള്ള ബൾബ് എന്ന് പറയുമ്പോൾ ഗസ്റ്റിനെ വിസ്മയിപ്പിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ അടുത്തില്ല. ഇതല്ലേ പാണ്ഡവന്മാർ ചെയ്തത്? സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കിയിട്ട് ജലമേത് സ്ഥലമേത് എന്നറിയാതെ പാവം സുയോധനനായ ദുര്യോധനൻ അവിടെ വീണ സമയത്ത് നമ്മളും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഗ്രനൈറ്റിലും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോന്നൊക്കെ കണ്ട ആളുകൾ വിസ്മയിക്കുന്ന സമയത്ത്, അത്ഭുതപ്പെടുന്ന സമയത്ത് നമുക്ക് എത്ര സന്തോഷമാണ് ഇല്ലേ? ഒരാൾ ഡോറാണെന്ന് വിചാരിച്ച് നടന്നതാണ്, തട്ടി താഴെ വീണു എന്ന് പറയാം. അപ്പോഴാണ് നമുക്കൊരു സന്തോഷം. എന്താ? ചെലവാക്കിയ കാശ് തൃപ്തിയായി. കാരണം ആളുകൾ പരിഭ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, പണ്ട് ആരോ ഡൽഹിയിൽ ഇങ്ങനെ വീണു അത്രേ. ഗ്ലാസ് ഡോറ് കണ്ടിട്ട് തുറസായ സ്ഥലമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു, തലയടിച്ച് വീണു എന്നാ. ഉത്തരവാദിത്തപ്പെട്ട ഏതൊരാളായിരുന്നു ഇവിടുത്തെ കേരളത്തിലെ. പിന്നീട് അവരവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ വിസ്മയിപ്പിക്കാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യുന്നു? നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ പരിധിയിൽ? ഇത് തന്നെയല്ലേ നമ്മൾ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യുന്നതിലും? പാണ്ഡവന്മാർ ചെയ്തത് അതാണ്. രാജസൂയം എന്നവർ പേര് നൽകിയെങ്കിൽ നാം ഇന്ന് പല പേരുകളാ കൊടുക്കുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേക്ക് നാം ചെലവാക്കുന്ന ബലൂണും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കേക്കും അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ഓരോന്നും. ബർത്ത്ഡേ കാർഡ് തന്നെ അടിച്ചിരിക്കണം, എന്താണെന്നറിയില്ലേ? അതുപോലെ നമ്മൾ അടിക്കുന്ന കല്യാണത്തിന് അടിക്കുന്ന ഇൻവിറ്റേഷൻ എന്തിനുപകരിക്കും എന്ന് ചോദിച്ചാൽ അടിച്ചു വാരി പൊടിയെടുക്കാൻ, ഇല്ലേ? അതിനാണല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് വീട്ടില്. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം അതിന് സഹായകമാണ്. അപ്പൊ ഇതിലൊക്കെ മറ്റുള്ളവനിൽ അസൂയ ജനിപ്പിക്കുക എന്നത് തന്നെ. അപ്പൊ മറ്റുള്ളവനിൽ അസൂയ ജനിപ്പിക്കുന്ന സമയത്താണ് യുദ്ധം ആരംഭിക്കുന്നതെന്ന് വിശാല ബുദ്ധിയായ വ്യാസൻ പറഞ്ഞു തരുന്നു. സാമാന്യ മര്യാദയുള്ള ഒരു കൂട്ടരായിരുന്നുവെങ്കിൽ സ്വാമി ആരെയും ന്യായീകരിക്കുകയോ വിഷമിപ്പിക്കാനോ ഒന്നും പറയല്ല. ആ ദ്രൗപദിയൊക്കെ താഴെ വന്നിട്ട് ദുര്യോധനനെ വീഴാതെ നോക്കണമായിരുന്നു, അല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ? ആരാണ്? ഭർത്താവിന് സമനായിട്ടുള്ള, സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ തുല്യ ബഹുമാനത്തോടു കൂടി കാണേണ്ട ഒരാളാണ്. മൂല്യങ്ങൾക്കൊന്നും അതിനൊന്നും അടിസ്ഥാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെ ഒരാൾ വീണു, ആ വീണ ആളുടെ നഗ്നത കണ്ട് ചിരിക്കാമോ? വീണു കഴിഞ്ഞാൽ തന്നെ എന്ത് വേണം? അയ്യോ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരണം, ക്ഷമാപണം നടത്തണം. ചിരിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ഇയാൾ അവിടെ ഇരുന്ന് ആ വെള്ളത്തിൽ വീണിട്ട് അവിടെ ഇരുന്ന് ആ വീണ മനസ്സിൽ അവിടെ യുദ്ധത്തിന്റെ വിത്തിടുക വ്യാസൻ. നിന്നെ ഇതുപോലെ വിവസ്ത്രയാക്കി ഞാനും ചിരിക്കുന്നുണ്ട് ഒരു നാൾ, അധികം വൈകാതെ ഇതുപോലെ ഞാനും ചിരിക്കും, നിന്നെ വിവസ്ത്രയാക്കിക്കൊണ്ട്. ഈ ഒരു സാഹചര്യം ഭഗവാന്റെ പരമഭക്തയെന്ന് വിശേഷിപ്പിക്കുന്ന ദ്രൗപദിയിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കർമ്മത്തിന്റെ സാധ്യത എന്താണ്? എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ദ്രൗപദി ചോദിച്ചാൽ ഉത്തരം ഇതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാ സ്വാമി? ഞങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ ഒരു ഉപദ്രവവും ഒരാൾക്കും ചെയ്തിട്ടില്ല, ഒരു വലിയ വീട് കെട്ടി എന്നല്ല, മതി, ഇത് തന്നെ ധാരാളം. ആ വീടിന്റെ മതിലിന്റെ പണിയെടുക്കുമ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി, ഈ മതിലിന്റെ കാശുണ്ട്, നമുക്ക് 2 വീടുണ്ടാക്കായിരുന്നു. മറ്റുള്ളവനില് അസൂയ ജനിപ്പിക്കാൻ വേണ്ടി ആകാതിരിക്കട്ടെ നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ഗൃഹനിർമ്മാണവും മറ്റ് നാം നടത്തുന്ന സൽക്കാരങ്ങളും മറ്റും. പക്ഷെ അവിടെ അത്
സംഭവിക്കാൻ പാടില്ലാത്തടത്ത് അത് സംഭവിച്ചു. എന്തുകൊണ്ട്? ഈ മയൻ നിർമ്മിച്ചതുകൊണ്ട് തന്നെ. അതിന് പേര് തന്നെ നൽകി ഇന്ദ്രപ്രസ്ഥം എന്ന്. ഇന്ദ്രിയങ്ങൾക്ക് ഹരം പകരുന്നത്, ഇന്ദ്രിയത്തിന് താത്പര്യം ഉള്ളത്. നമ്മളും അങ്ങനെയാ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ വെക്കും, കരിങ്കണ്ണ നോക്കണേ എന്നും പറഞ്ഞിട്ട്, ഇല്ലേ? എന്നിട്ടോ അവിടെ ഉണ്ടാക്കുന്ന ആ വൈക്കോൽ രൂപം ആ ഗൃഹനാഥന്റെ ഷർട്ടും പാന്റും ഒക്കെ തന്നെയാ. മൂപ്പര് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതാണ് അതിന്റെ രസം. പെട്ടെന്ന് മാറിപ്പോകും. ഒരിക്കൽ ഒരമ്മ പറഞ്ഞതാ, എടാ അച്ഛൻ എന്താ ടെറസിന്റെ മുകളിൽ? അച്ഛനല്ല അമ്മേ അത്. കൈ മാത്രം ഇല്ലാന്നേ ഉള്ളൂ. അതേ പാന്റും അതേ ഷർട്ടുമാണ്. ശരിക്കും അങ്ങനെ ഇൻസൈഡൊക്കെ ചെയ്ത് ഇരിക്കണം. അതിൽ മാത്രമുണ്ട് ആളുകൾക്കൊരു ആശ്വാസം. ബാക്കി എല്ലാറ്റിൻ്റെയും പിറകിലുള്ള ഉദ്ദേശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ, അതോ മറ്റുള്ളവർക്കും കൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണോ നാം ഇതൊക്കെ നിർമ്മിക്കുന്നത്? എങ്കിലത് ആവശ്യമാണോ അനാവശ്യമാണോ? പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങളെല്ലാം കൂടുകൂട്ടുന്നതിൽ അതിൻ്റെതായിട്ടുള്ളൊരു തനത് ശൈലിയുണ്ട്, അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അല്ലേ? ഒരു കാക്കയുടെ കൂടാണെങ്കിൽ പോലും, ഒരു ഉറുമ്പിന്റെ കൂടാണെങ്കിൽ പോലും പലരുടെയും താവളം മറ്റുള്ളവരെ അറിയാറില്ല. അവർക്ക് ശാന്തമായി സ്വസ്ഥമായി ഇരിക്കാനുള്ളതാണ്. ഇതാകെ പേടിയാണ് നമുക്ക്. ആരെങ്കിലും ഇത് എറിഞ്ഞു പൊട്ടിക്കോ, എന്നിട്ട് എല്ലാം ഇൻഷുർ ചെയ്ത് വെക്കും വേണം. ഇതൊക്കെ ആ വിശാല ബുദ്ധി കാണിച്ചു തരും. നമ്മൾ ഇന്ന് നടത്തുന്ന കല്യാണങ്ങളൊക്കെ രാജസൂയമാണ്, അല്ലേ? എത്ര അതിന്റെ സദ്യയുടെ ഇല, ഒരു ഇലയ്ക്ക് എത്രയാ, ഇല്ലേ? നിങ്ങൾക്കറിയാലോ. ഇതെല്ലാം കൂടെ കഴിച്ചു പോകുന്ന സമയത്തുണ്ടല്ലോ, ആളുകൾ ശരിക്കും ഷാപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെയാണ്. അതെ, ഛർദിക്കാതിരിക്കാൻ ഓരോ നാരങ്ങ കൊടുക്കും പോകുമ്പോൾ, ഇങ്ങനെ മണത്ത്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇത് നിർമ്മിക്കുന്നവർ അതീവ ശാസ്ത്രം അറിഞ്ഞവരാണ്. അവറ്റ് ചെയ്യാതിരിക്കാനാണ്. എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു. അത് ഇപ്പം പലയിടത്തും സദ്യ നടക്കുന്നത്, ഉച്ചത്തെ ഊണ് കഴിക്കുന്നത് 8:30 മണി മുതലെയാണ്. 9 മണി 10 മണി ഒക്കെ. 10 മണിക്ക് നമ്മൾ എന്താ കഴിക്കാറുണ്ടോ? ഇങ്ങനെ 10 മണിക്ക് ഊണ് കഴിക്കാറുണ്ട്. പക്ഷെ ഊണ് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? പക്ഷെ ഈ കഴിക്കുന്ന ആൾക്ക് തന്നെ അറിയാം ഇത് ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ യുദ്ധത്തിന്റെ വഴികളാണ്. ഒരു കല്യാണം കഴിയുമ്പോഴേക്കും ഒരു അച്ഛന്റെ നടു ഒടിഞ്ഞിട്ടുണ്ടാവും. ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളാണ്. ജ്യേഷ്ഠന്റെ മകന്റെ കല്യാണം കഴിഞ്ഞപ്പോ അനിയന്റെ ഭാര്യ പറയാണ്, നമ്മുടെ മോളുടെ ഇങ്ങനെയായാ പോരാ, കുറച്ചുകൂടെ, അല്ലേ? അത് ഇന്നടത്ത് നാളെ കൊണ്ടുവരണം, ഇവിടെ നാളെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ മഹാഭാരതം, വ്യാസൻ പറഞ്ഞ ഭാരത യുദ്ധം, ആ യുദ്ധത്തിന് കാരണമായി ഭവിച്ചത് വളരെ വർഷങ്ങൾക്കപ്പുറത്ത്, എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് എന്തായിരുന്നു എന്നും ആ സാധ്യതകൾ ഇന്നും നിലനിൽക്കുന്നുവോ? നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ മാറ്റേണ്ടത് ആരാണ്? ആരാണ് അതിനെ മാറ്റേണ്ടത്? നമ്മളൊക്കെ അല്ലേ? അതുകൊണ്ട് നാരായണ ഗുരുദേവൻ വിവാഹത്തിന് 10 ആള് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര 10 പേര്, 10 പേരുണ്ടായിരിക്കണം എന്നാ. പക്ഷെ ആ 10 പേര് ഇന്ന് ആ 10 പേരുണ്ടാവില്ല, വേറെ അതിൽ കൂടുതൽ ആളുകൾ. 10 പേരിൽ പറഞ്ഞ ഒന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ആളും കല്യാണം കഴിക്കുന്ന വരനും വധുവും 2, വരന്റെയും വധുവിന്റെയും ഓരോ സുഹൃത്തുക്കള് ഓരോരുത്തരും, അപ്പൊ 4, പിന്നെ അച്ഛൻ അമ്മ 4 4 8, പിന്നെ പുരോഹിതൻ 9, ഒരു ഗുരു 10. ഈ പേര് നിർബന്ധമാണ്. എന്നാൽ അതിന് പകരം വീഡിയോക്കാരൻ 4, അല്ലേ? കുറെ കോമാളിത്തരങ്ങൾ പറയാനുള്ള കുറെ ആൾക്കാർ, സുഹൃത്തുക്കൾ എന്ന് ശേഷിപ്പിക്കാവുന്നവർ. അച്ഛനും അമ്മയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം അവരറിയാത്ത കല്യാണമായിരിക്കും.
ഇതൊക്കെ യുദ്ധത്തിന്റെ സങ്കേതങ്ങളാണ്. ആ വിശാല ബുദ്ധി നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്യാനാണ്. നമ്മളൊരു വീട്ടുകൂടൽ നടത്തുന്ന സമയത്ത് അതിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ ഓരോന്ന് കാണിച്ച് വിസ്മയിപ്പിക്കണോ, അതോ കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം ലാളിത്യമുള്ളതാണെന്ന് തോന്നണോ? ഇത്ര നമ്മൾ ലളിതമായിട്ട്, ഒരുപാട് ധനമൊക്കെ ഉള്ള ആളുകൾ ലളിതമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ, അവര് കുറേയും കൂടെ ലളിതമാണ് എന്ന്. അതൊക്കെ മറ്റുള്ളവനിലെ അസൂയ ഉണ്ടാക്കുന്നുവെങ്കിൽ യുദ്ധത്തിന് കാരണമാണ്. അപ്പൊ ഈ യുദ്ധത്തിന്റെ വിത്തുകൾ ഞാൻ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. എങ്ങനെ? ഇത്തരത്തിൽ. ആ വിശാല ബുദ്ധേ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ, അങ്ങയുടെ ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ ഞാൻ നമസ്കാരങ്ങൾ, എന്റെ ശിരസ് നമ്രമാകുന്നു എന്ന് പറയാം. പുല്ലാരവിന്ദായത പത്രനേത്ര, അങ്ങയുടെ താമര ഇതൾ പോലുള്ള നേത്രത്തോടു കൂടിയിട്ടുള്ളവനാണത്രേ വ്യാസൻ. അങ്ങയുടെ നേത്രം, കണ്ണ് താമര ഇതളാണ്. ഇപ്പൊ താമരാക്ഷി, പങ്കജാക്ഷി എന്നൊക്കെ പറയില്ലേ, പങ്കജാക്ഷിയാണ് വ്യാസഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താത്പര്യം? അതെ, താമര പോലെയാണ് കണ്ണ് എങ്കിൽ അതിന് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല കാണാൻ. താമര ഇതൾ പോലെയാണെങ്കിൽ അത് വല്ലാത്തൊരു കണ്ണായിരിക്കും, ഇല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. താമര ഭാരതത്തില് ഒരു മഹത്തായ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്, ഗംഭീര പ്രതീകമാണ്. ഭഗവാന്റെ ശരീരത്തെ പൂർണ്ണമായി താമരയോട് ഉപമിക്കാറുണ്ട്. നേത്രകമലം, മുഖകമലം, നാഭീകമലം, അല്ലേ? അല്ലെങ്കിൽ പാദപങ്കജം, ഇങ്ങനെയൊക്കെ ഭഗവാനെ പറയാറുണ്ട്. അപ്പൊ താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ താമര നിസ്സംഗതയെ പ്രതിനിധാനം ചെയ്യുന്നു, ഒട്ടലില്ലായ്മയെ. താമര ചളിയിലാണ്, അതിന്റെ ദുർഗന്ധം ചുറ്റുപാടിന് കൊടുക്കുന്നില്ല. ജലത്തിലാണ്, ജലത്തിന് അതിനെ കുതിർക്കാൻ സാധിക്കുന്നില്ല. ആചാര്യസ്വാമികള് ജീവിത ദർശനത്തെ പറയുമ്പം നളിനീദളഗത ജലമതി തരളം തദ്വത് ജീവിതം അതിശയ ചപലം എന്ന് പറയുന്നുണ്ട്. നളിനീദളഗത ജലം അതിതരളം തദ്വത് ജീവിതം. അപ്പൊ താമര ഇതളിലെ ഒരു തുള്ളി ജലം. അപ്പൊ താമരയ്ക്ക് എന്താണ്? അതിന് താമര ഒരല്പം മുകളിൽ നിൽക്കുന്നു, എന്നാൽ ഒട്ടലില്ലാതെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രം, നമ്മുടെ കൈകൾ, നമ്മുടെ ശരീരം പൂർണ്ണമായി താമരയെ പോലെ ആയിരിക്കണം, ഒട്ടലില്ലാത്തതായിരിക്കണം. നമ്മുടെ നേത്രങ്ങൾക്ക് ഒട്ടലുണ്ടോ? ഒട്ടല് എന്ന് പറഞ്ഞാൽ കാണുമ്പം സ്വന്തമാക്കണം എന്ന് തോന്നാറുണ്ടോ? ഇത്രയേ ഉള്ളൂ. താമര നേത്രം പങ്കജാക്ഷിക്ക് എന്ത് കണ്ടാലും വേണം. പേര് പങ്കജാക്ഷി, ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മയും അച്ഛനും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അതെ, അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞിട്ട പേരാണ് പങ്കജാക്ഷി. പക്ഷെ എല്ലാം വേണം എന്ന് പറയാം. ഇത് നിങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഓർത്തോളുക, ഇതെനിക്ക് വേണം എന്നാണ്. ഇത് നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ? രണ്ടെണ്ണം ഉണ്ട് അല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ്. അല്ലെങ്കിൽ നല്ലതാണ്, അതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് പറയുന്ന വേറൊരു ഭാഷയാണ് അതെനിക്ക് വേണം എന്ന്. ഒന്നും കണ്ടു കഴിഞ്ഞാൽ സ്വന്തമാക്കണം എന്ന ചിന്തയില്ലാത്ത, ഒട്ടലില്ലാത്ത നേത്രങ്ങൾ. ഇതാണ് ആ വിശാല ബുദ്ധിയുടെ. ഒട്ടലില്ലാത്ത നേത്രം എന്ന് പറഞ്ഞാൽ താൻ എവിടെയും ഒട്ടിയിട്ടില്ല. തന്റെ പുത്രന്മാരെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ തന്റെ തന്നെ പുത്രന്മാരാണല്ലോ ഈ ധൃതരാഷ്ട്രനും വിതുരനും പിന്നെ ഈ പാണ്ഡുവും. ഇവരിലൊക്കെ ഉള്ള ഗുണങ്ങളും അതുപോലെ ഇവർക്കൊക്കെ എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ അതൊന്നും പറയാൻ യാതൊരു വിഷമവുമില്ലാതെ തന്റെ തപസ് തന്നെ, ആ തപശക്തി നിഷ്ഫലമാവുന്നത് കാണിച്ചു തരുന്നുണ്ട് മഹാഭാരതത്തിലൂടെ. അമ്മയോടത് പറയുന്നുണ്ട്,
ഇത് വെറുതെയാവും എന്ന്. അമ്പയിലും അംബിക അംബാലിക അല്ലേ, രണ്ടുപേരിൽ ഈ പുത്രോത്പാദനം ചെയ്യാൻ അമ്മ ആവശ്യപ്പെടുന്ന സമയത്ത് അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ വിതുരൻ അതിൻ്റെ മുഴുവൻ തൻ്റെ കഴിവുകളെ മുഴുവൻ വിതുരനിലൂടെ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ താമര നേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടലൊരൽപ്പം പോലും ഇല്ലാത്ത, ഒന്നിൻ്റെയും അവകാശം ഉടമയായി ഇരിക്കാത്ത ആ നേത്രത്തോടു കൂടിയിട്ടുള്ളവൻ. യേന യാതൊരാളാലാണോ ത്വയാ ഭാരത തൈലപൂർണ. മഹാഭാരതം അതൊരു തൈലമാണ്, അതില് പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. ജ്ഞാനമാകുന്ന ആ ദീപത്തിന്, ജ്ഞാനത്തിന് തിരികൊളുത്തിയിട്ടുള്ള അങ്ങേക്ക് എന്റെ നമസ്കാരം എന്ന് പറയും. മധുസൂദന സരസ്വതി നമ്മെ എന്താണ് ഭഗവത്ഗീത, ഭഗവത്ഗീതയുടെ താത്പര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ നമ്മൾ സാമാന്യം മനസ്സിലാക്കി എന്ന് പറയാം. പാർത്ഥനായിക്കൊണ്ട്, അർജുനനായിക്കൊണ്ട് ഭഗവാൻ പ്രകർഷേണ ബോധിപ്പിച്ചിട്ടുള്ള പാർത്ഥായ പ്രതിബോധിതാം ഭഗവത, ഭഗവാനാൽ നാരായണേന സ്വയമേവ നാരായണനാൽ പുരാണമുനിന വ്യാസേന മധ്യേ മഹാഭാരതം. പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വ്യാസ മഹർഷിയാൽ വിരചിതമായിട്ടുള്ള മഹാഭാരത മധ്യത്തിൽ നമ്മൾ കണ്ടു. മഹാഭാരതം മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതം. രഥ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഭാസയതി ഇതി പ്രകാശിക്കുന്നത് എന്ന് പറയാം. തസ്യ ഭാസ സർവമിതം വിഭാതി. അതിന്റെ പ്രകാശമാണ് ഈ കാണുന്ന എല്ലാ പ്രകാശങ്ങൾക്കും കേന്ദ്രമായി നിലകൊള്ളുന്നത്. ആ പ്രകാശത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്ന, അതുകൊണ്ടത് അങ്ങേയറ്റം ഭാരവത്താർന്നതാണ് എന്ന് പറയാം. അതുകൊണ്ട് മഹാഭാരത മധ്യേ അഷ്ടാദശാധ്യായിനി 18 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ള ഗ്രന്ഥത്തിന്റെ സ്വരൂപം അദ്വൈതാമൃത വർഷിണി. രണ്ടില്ല ഈ പ്രപഞ്ചത്തിൽ, ഒന്നേ ഉള്ളൂ എന്ന അമൃതധാരയെ വർഷിക്കുന്ന, നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്ന, എല്ലാ യുദ്ധങ്ങൾക്കും ഹേതുവായിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ട് തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ. ഇവിടെ പലതുണ്ട് എന്ന ധാരണ തന്നെയാണ്. പലതില്ല, ഒന്നേയുള്ളൂ, ഒന്നിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈ കാണായതെല്ലാം എന്ന ആ പരമസത്യത്തെ, അദ്വൈത സത്യത്തെ വർഷിക്കുന്നവളായിട്ടുള്ള അല്ലയോ അംബേ ഭഗവതിയെ ഭവദ്വേഷിണിയും, ഭവിച്ചിട്ടുള്ള എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ ഈ സംസാര സാഗരം എന്നൊക്കെ പറയുന്ന ഇവിടെ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ട്, അതിനെയെല്ലാം നമുക്ക് അനിഷ്ടങ്ങൾ എന്ന് തോന്നുന്ന അതിനെയെല്ലാം മാറ്റിത്തരാൻ പോകുന്ന അമ്മയെ ത്വാം അഹം അനുസന്ധാമി, ഞാനിതാ അനുസന്ധാനം ചെയ്യുന്നു. തുടർന്ന് ഈ ഗ്രന്ഥത്തെ പ്രകീർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രന്ഥകർത്താവായിട്ടുള്ള വ്യാസഭഗവാനെ ഇവിടെ പ്രകീർത്തിക്കുന്നു എന്ന് പറയാം. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ. ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ എന്റെ നമസ്കാരം. അങ്ങ് വിശാല ബുദ്ധിയാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ ആ വിശാല ബുദ്ധി ഇതാ ഞാൻ അങ്ങയുടെ ഗ്രന്ഥ രചനയിലൂടെ, ആ അങ്ങ് ഏതൊരു താത്പര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ ഗ്രന്ഥത്തെ രചിച്ചത്, അത് അങ്ങയുടെ വിശാല ബുദ്ധിയാണ്. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വിശാല ബുദ്ധി എവിടെയൊക്കെയാണ് നിലകൊള്ളുന്നത്, എങ്ങനെ വേണം വിശാല ബുദ്ധിയെ നാം മനസ്സിലാക്കാൻ എന്ന്. വിശാല ബുദ്ധയെ പുല്ലാരവിന്ദായത പത്രനേത്ര, വിടർന്ന താമര ഇതൾ പോലുള്ള നേത്രത്തോടു കൂടിയ എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാത്ത നേത്രം എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള അങ്ങേക്ക് തേ നമഃ അസ്തു, അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഭാരത തൈലപൂർണ ജ്ഞാനമയ പ്രദീപ പ്രജ്വാലിത യേന ത്വയാ ഭാരത തൈലപൂർണ.
യാതൊരാളാലാണോ ഭാരതമാകുന്ന തൈലം, ഇപ്പൊ മഹാഭാരതം എന്നത് ഒരു തൈലമായിട്ട് ഇവിടെ മധുസൂദന സരസ്വതി വിശേഷിപ്പിക്കുന്നു. ആ തൈലത്തില് അങ്ങാണല്ലോ ജ്ഞാനമയ പ്രദീപ പ്രജ്വാലിത. ജ്ഞാനമയമാകുന്ന ആ ദീപത്തിനെ കൊളുത്തിയത് അങ്ങാണ് എന്ന് പറയാം. ഇവിടെ ഗ്രന്ഥത്തെ എണ്ണയായും ആ ഗ്രന്ഥം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെക്കുറിച്ച് വളരെ ഭംഗിയായി സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ ഗ്രന്ഥരൂപത്തിൽ നിലകൊള്ളുന്നതിന്റെ താത്പര്യത്തെ കവി നമ്മെ ബോധിപ്പിക്കുന്നത്. ഗ്രന്ഥം ഗ്രന്ഥത്തിനു വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മനസ്സിലാക്കണം. ഗ്രന്ഥത്തിന് താത്പര്യമുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ താത്പര്യം? അറിവ് പകരുക എന്നത്. ഏതുപോലെ എണ്ണയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലയോ, എണ്ണ നിലകൊള്ളുന്നത് എന്തിനാണ്? പ്രകാശത്തിന് വേണ്ടി, ചുറ്റുപാടിനും പ്രകാശം പരത്തുന്നതിന് വേണ്ടി എന്ന് പറയാം. അതുകൊണ്ട് ആ പ്രകാശം കിട്ടുന്നത് എണ്ണയിൽ നിന്നാണ്, എണ്ണയുടെ സാന്നിധ്യത്തിൽ. അത് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് മരണമാണ് എന്ന് പറയും. അതുപോലെ ഗ്രന്ഥത്തിന്റെ താത്പര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികള് ശാസ്ത്രങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോൾവാൾട്ട് ജമ്പിംഗ് ആണ്. അതിലെ പോൾ പോലെയാണ് എന്ന് പറയാം, വടി പോലെ. എപ്രകാരമാണോ ഒരുവന് പോള് ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്നത്, ആ ലക്ഷ്യം ഭേദിക്കുന്ന അവസരത്തിൽ പോള് അദ്ദേഹം എന്തു വേണം? ആ പോളിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, വളരെ സൗകര്യപൂർവം. ആ സമയത്ത് ഈ പോളാണല്ലോ എന്നെ ഇത്രയും കാലം, അല്ലെങ്കിൽ ഈ ഉയരത്തിലേക്ക് എന്നെ നയിച്ചത് ഈ പോളാണ്, ഇവിടെ വെച്ച് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നത് എത്രയായാലും ശരിയല്ലല്ലോ എന്നൊരുവൻ കരുതുന്നുവെങ്കിൽ അവന് പരാജയമാണ് എന്ന് പറയാം. സ്വാമിജി പറയുന്നത് അത് ഉപേക്ഷിക്കലല്ല, അത് സ്വീകരിക്കലാണ്. അപ്പോഴാണ് നാം ആ പോളിനെ സ്വീകരിച്ചത്. കാരണം ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തെ ഭേദിക്കുന്നതിന്, ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചതിന് സഹായകമായത് ഈ പോളാണ്. ഇതുപോലെ ശാസ്ത്രത്തിന്റെ ആവശ്യം കഴിഞ്ഞ പിന്നെ ശാസ്ത്രം കഴിഞ്ഞു. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഇന്ന് കേവലം അങ്ങനെയല്ല. പറ്റുമെങ്കിൽ ഗീതാ പുസ്തകം, ഏറ്റവും തടിയുള്ള പുസ്തകമൊക്കെ മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ പട്ടിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഷോക്കേസിലൊക്കെ വെച്ച്, അല്ലേ? അങ്ങനെയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു തമാശ കേട്ടിട്ടുള്ളത്. തമാശയല്ല, അത് ഒരു കാര്യമാണ്. ഒരാള് ഒരു ബുക്ക് ഷോപ്പിൽ അപ്പൊ ബുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഈ മരുന്നിന് പലചരക്ക് കടയിലൊക്കെ എഴുതി കൊടുക്കുമല്ലോ, അപ്പം 500 പഞ്ചസാര, 1 കിലോ ഉഴുന്ന്, അല്ലെങ്കിൽ ചെറുപയർ, കടല, അങ്ങനെയൊക്കെ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് പറഞ്ഞു 12:10 4 ബുക്ക്, 12 ഇഞ്ച് നീളം, 10 ഇഞ്ച് വീതിയിൽ ഒരു 4 എണ്ണം, 10 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലും ഒരു 8 പുസ്തകം, ഇങ്ങനെ 14:10 ഒരു 9 എണ്ണം, 4 ഇഞ്ച് ഇതിങ്ങനെ. അപ്പോ ഇദ്ദേഹത്തിന് ഈ പുസ്തകക്കട നടത്തിയിട്ട് കാലങ്ങൾ കുറേയായി. ഇതുവരെ ഇങ്ങനെയൊരു ഇത് കണ്ടിട്ടില്ല. അപ്പൊ പലരും MT വാസുദേവൻ നായരുടെ 2-ാം മുഴം, അല്ലെങ്കിൽ സക്കറിയയുടെ കഥകൾ, അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ, ഇങ്ങനെ സാഹിത്യകാരന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇന്നത് എന്നൊക്കെയാണ് സാധാരണ വല്ലവരും വേലക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടാറ്, എഴുതിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇഞ്ച് കണക്ക് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു ലിസ്റ്റ് കാണുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഇതെന്താണെന്ന്. അത് സാറ് പണിതിട്ടുള്ള ഷോക്കേസിന്റെ അളവാണ്, അതിലേക്ക് കൊള്ളുന്ന പുസ്തകം കിട്ടിയാൽ മതി, ആരുടെയാണെന്നൊന്നും പ്രശ്നമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഗീത ഇത്ര ഇഞ്ചില് ഇത്ര ഇൻറ്റു ഇത്രയിൽ ഒരു 4 എണ്ണം. അപ്പൊ ഗ്രന്ഥം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഗ്രന്ഥത്തിന്റെ താത്പര്യം എന്താണ്? എവിടെയെങ്കിലും ഗ്രന്ഥം ആരെങ്കിലും കത്തിക്കുകയോ അല്ലെങ്കിൽ കീറി വലിച്ചെറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവത്ഗീതയൊക്കെ ഇവിടെ കത്തിച്ചിട്ടുണ്ട്, കേരളത്തിൽ തന്നെ കത്തിച്ചിട്ടുണ്ട് പലരുടെയും നേതൃത്വത്തിൽ. ഇന്ന് അവരിതിന്റെ വക്താക്കളാണ്, അത് വേറെ കാര്യം. അപ്പൊ ഗ്രന്ഥം കത്തുന്നതിലൂടെ ഈ ഗ്രന്ഥത്തിന്റെ താത്പര്യം ഇല്ലാതെ പോകുന്നില്ല എന്ന് പറയാം. ഇവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു, മഹാഭാരതമാകുന്ന തൈലം, അതിൽ ആ ജ്ഞാനം, ആ അറിവാകുന്ന അഗ്നിക്ക്
ആ തിരി കൊളുത്തിയവനാണ് അങ്ങ്. അങ്ങയുടെ ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ എൻ്റെ നമസ്കാരം. അപ്പൊ ഗ്രന്ഥത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് ഗ്രന്ഥത്തിന് ചില താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ പുസ്തക രൂപത്തിൽ സമീപിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മന്ത്രങ്ങളാണ്. വാക്കുകൾക്കപ്പുറത്തുള്ള, ലിപികൾക്കപ്പുറത്തുള്ളതിനെ ആവാഹിച്ച് മനുഷ്യന്റെ നന്മയെ മാത്രം മുന്നിൽ കണ്ട് അതിനെ പുറത്തേക്ക് പ്രകടമാകുന്ന സമയത്ത് അത് മന്ത്രങ്ങളായിട്ട് തീരുന്ന പറയാം. അപ്പൊ മന്ത്രങ്ങളാണിത്. ഈ മന്ത്രങ്ങളൊക്കെ ഒരുവനെ മനനം ചെയ്യുന്നതിലൂടെ അവനെ ത്രാണനം ചെയ്യിക്കുന്നു എന്നാണ്. മനനാത് ത്രായതേ ഇതി മന്ത്രഃ എന്നാണ്. മനനത്തിലൂടെ ത്രാണനം ചെയ്യിക്കുന്നു, കൊണ്ടുപോകുന്നു. അത്തരത്തിൽ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ പാകത്തിന് ആ നന്മയെ മാത്രം മുന്നിൽ കണ്ടിട്ട് ആ മാനവ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് വപുസ്സും തപസ്സും എല്ലാം ഒഴിഞ്ഞുവെച്ച മഹാമനീഷി ആയിരുന്നു വ്യാസൻ എന്ന് പറയാം. നമ്മൾ നന്നായി മനസ്സിലാക്കണം. കെ എൻ മുൻഷി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ വ്യാസനോളം വ്യാസന്റെ അടുത്തേക്കൊന്ന് ചെല്ലാൻ പോകുന്ന ഒരു വിശ്വസാഹിത്യകാരൻ ഈ ലോകത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യാസന്റെ അടുത്ത് വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഒരാളെ ഒന്ന് തള്ളിവിടണമെങ്കിൽ മുൻഷി പറയുന്നത് ഏകദേശം അടുത്ത് നിൽക്കാൻ പോകുന്ന ഒരേ ഒരാളെ ഈ വിശ്വസാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് ഷേക്സ്പിയർ ആണത്രേ. ഏകദേശം അടുത്ത് നിൽക്കാൻ എന്നാ പറയുന്നത്, അടുത്തേക്കൊന്ന് പോകാൻ. കാരണം മാനവ മനസ്സിനെ തൊട്ടുണർത്തിയ കൃതികൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് വ്യാസന്റെ അടുത്തേക്ക് പോകാൻ, അപ്പൊ മാനവ സമുദായത്തിന്റെ ഉദ്ധാരണം, അതിനായിട്ടാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞിട്ടുള്ളത്.